ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ മക്കൾക്ക് സുഖമാണ്. ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരികെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനിയിപ്പം 3 ആഴ്ച കൂടിയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടിയുള്ളത്. ഇനി 3 ആഴ്ച കഴിയുമ്പോൾ ഒരു സ്കാനിങ് ഉണ്ട്. കാരണം ഈ 5ാമത്തെ പ്രഗ്നൻസി ആയതുകൊണ്ട് എല്ലാ ചെക്കിങ്ങും നടക്കും. കാരണം കുട്ടിയുടെ വളർച്ച എങ്ങനെയാണ്. ഇപ്പം എനിക്ക് ഏകദേശം 50 കിലോ വെയിറ്റ് ആയിട്ടുണ്ട്. 40 കിടന്നതാണ്. BP നോർമലാണ്, ബാക്കിയൊക്കെ ഓക്കെയാണ്. കുട്ടിയുടെ അനക്കവും എല്ലാം നല്ല ഓക്കെയാണ്. പിന്നെ നമ്മൾ കഴക്കൂട്ടം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഡെലിവറി ടൈമിന് കാരണം കുട്ടികളെ കൂടെ നിർത്തുന്നത് കൊണ്ട്, വേറെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ടും നമ്മൾ അവിടെ റൂം എടുത്ത് എല്ലാം കൂടിയാണ് അവിടെ ബില്ലിങ്ങൊക്കെ. ഏകദേശം നല്ലൊരു എമൗണ്ട് ആവും. പ്രൈവറ്റ് ആയതുകൊണ്ട് 75 രൂപയോളം ആവും എല്ലാ ചിലവും കാര്യങ്ങളും കൂടെ. പിന്നെ എന്നാലും വേണ്ടിയില്ല, മക്കളെ കാര്യം സുരക്ഷിതമാവുമല്ലോ. ഒരാളിനെ വിളിച്ച് നിർത്തി നോക്കി ഒരാളെ നോക്കാൻ കൊടുത്തതിൻ്റെ ബലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആർക്കും കൊടുക്കാനില്ല, കൂടെ കൊണ്ടുപോവുകയാണ്. പിന്നെ സ്കൂളിൽ ഒരാഴ്ച നമ്മൾ ലീവ് ചോദിക്കുന്നുണ്ട്. മക്കളല്ലേ, ഓൺലൈൻ ക്ലാസ്സായിട്ട് പഠിപ്പിക്കാം. പിന്നെ നമ്മളെ മക്കൾക്ക് സ്കൂളിൽ പോയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളാരെയും ബാധിക്കുന്ന കാര്യമല്ല കേട്ടാ. ഞാൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം ചെയ്യാനും നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിനും നമ്മളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് പറ്റും. പിന്നെ ഇക്കായും ഞാനും ഇപ്പോൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. നമ്മൾ തമ്മിൽ അധിക സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും പോലും ഇല്ല. കാര്യം എന്താണ്, നമുക്ക് മനസ്സിനേറ്റ മുറിവ്, സമൂഹത്തിനേറ്റ നാണക്കേട്, നമ്മൾ ചെയ്യാത്ത തെറ്റിന് അനുഭവിക്കുന്ന വേദന, എനിക്ക് മക്കളെ ശാസിക്കാനും ഒക്കെ ഉള്ള അധികാരം എനിക്കും ഉണ്ട്. അതേപോലെ ഇക്കാക്ക് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് തിരുത്തി പറഞ്ഞു കൊടുക്കാൻ ഇക്കായെ കൊണ്ടും പറ്റും. കാരണം അമ്മക്കാർക്കും പറഞ്ഞു തരാനൊന്നും ആരുമില്ലായിരുന്നു. സ്വന്തം ഒരു ഉപ്പ ഇല്ലായിരുന്നു. ഇപ്പം എവിടെന്നാ വന്ന ഒരു തൈ കണ്ട് പഞ്ചായത്തിൽ വെച്ച്, അതവിടെ നിന്ന് പഞ്ചായത്തിൽ വെച്ച് കാണേ ഉള്ളൂ കേട്ടാ. 10 വയസ്സ് വരെ എനിക്ക് നോക്കാൻ അറിയാമെങ്കിൽ, ആ തൻ്റെ ഇടത്തോടുകൂടി ഞാൻ പറയാണ്, നോക്കാൻ അറിയാമെങ്കിൽ ബാക്കി കാര്യവും നോക്കാൻ അറിയാം. നിൻ്റെ 10 സെൻറ്റ് വീടും പെരയിടോ നീ തന്നെ അങ്ങ് ഉണ്ടാക്കി ഇട്ടോ. നിൻ്റെ പെണ്ടാട്ടി കളഞ്ഞിട്ട് പോയല്ല, നന്നായി. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി നീ കളിക്കുമ്പോൾ നിൻ്റെ പെണ്ടാട്ടി മാത്രമല്ല, നീ ഇത്രയും പറഞ്ഞല്ലോ നിൻ്റെ ഉമ്മായ എന്തെന്ന് പറഞ്ഞത്. നിൻ്റെ ആ വാർദ്ധക്യമുള്ള ഉമ്മായൊക്കെ എന്തൊരു പറയാനിടാ. ഒരു ദിവസം നീ ചെലവിന് പോലും തരാതെ കുടിച്ച് ജയിലിൽ കിടന്നപ്പോൾ എനിക്ക് അന്നം തന്ന ഉമ്മയാണ്. ഒരു ദിവസം നിനക്കറിയാമോടാ, ഞാനും ആ വയ്യാത്ത കൊച്ചു ഉമ്മ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന്. വയലിൽ പോവും, കപ്പയ്ക്ക കുത്തിക്കൊണ്ട് വരും. പിന്നെ അല്ലെങ്കിൽ കരുവാട് മേടിച്ചോണ്ട് വരും. മാമ ജീവിച്ചിരുന്ന കാലത്തിൽ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നീ നോക്കിയിട്ടുണ്ടാടാ? ഞാൻ പണയം വെച്ചാണ് നിൻ്റെ പെങ്ങളെ കുട്ടിക്ക് വിട്ടത്. കാരണം പെങ്ങളും ബാക്കിയൊക്കെ എനിക്കും എൻ്റെ മസ്റുമോൾക്കും അത്യാവശ്യത്തിന് എന്തൊക്കെയോ കൊണ്ട് തന്ന്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാ ഞാനും തിരിച്ച് അതുപോലെ കൊടുത്തു. അതുപോലെ അത്രയും കൊടുക്കാനില്ലെങ്കിലും കൊടുത്തു. ഞാനും ഇട്ടു, ഉമ്മായും ഇട്ടെന്ന് തോന്നുന്നു. അപ്പോഴും നമ്മൾ അങ്ങനെ സഹകരിച്ചുകൊണ്ട് നിന്നതാണ്. നിൻ്റെ ഈ ഒരൊറ്റ തൊലാക്കിലൂടെയാണ് എല്ലാം ശിഥിലായത്. നിനക്ക് അന്ന് ഓർക്കാമായിരുന്ന ഒരു മോളുണ്ട് എന്ന്. പിന്നെ പോട്ട്, വന്നതും പോയതും ഒക്കെ പോട്ട്. ഇനി നീ എൻ്റെ ഫോണിൽ വിളിക്കുകയോ അർദ്ധരാത്രി കുടിച്ചുകൊണ്ട് വിളിക്കുകയോ ചെയ്താൽ, അത് മാത്രമല്ല ഇക്കായും ഞാനും സൈലൻ്റായിട്ട് നിൽക്കണം. എന്താണെന്നറിയാമോ, നീ എങ്ങനെ വിചാരിച്ചിട്ട് നമ്മളെ പിരിക്കാൻ നിനക്ക് പറ്റണില്ല. പടച്ചോൻ വിചാരിക്കണം, അല്ലേ ഇക്ക? നടക്കൂല. പിന്നെ നീ പിണങ്ങിപ്പോയി, അല്ലെങ്കിൽ അവൻ അവിടെ ഇല്ലേ, പാവാട വള്ളിന്ന് വിളിക്കാനേ നീ ഒന്ന് സമാധാനമായിട്ട് അടങ്ങി നിൽക്കി. പിന്നെ വേറെ ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ, സനോഫറിനെ പോലത്തെ ഒരു വ്യക്തിയല്ല ഷാൻ. നീ ചിലപ്പോൾ എൻ്റെ വീട്ടുകാരെ വിളിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ വിളിച്ചിട്ടാണ് നീ നാവായിക്കുള്ള പോയിട്ടുണ്ടാവാം. അതൊന്നും എനിക്ക് യാതൊരു പ്രശ്നങ്ങളും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളും അല്ല. കാരണം നിൻ്റെന്ന് ഞാൻ 1 രൂപയും വാങ്ങിയിട്ടില്ല. എങ്കിൽ നിനക്ക് പ്രൂഫ് കാണിക്കാം. പിന്നെ നീ വലിയ നെളിഞ്ഞിരുന്ന് പറയണല്ല, 3 കൊച്ചുങ്ങളെ വഴിയാധാരാക്കിയിട്ടല്ലേ നീ അവളെ വിളിച്ചുകൊണ്ട് വന്നത്.
അത് നിന്റെ വീട്ടിൽ കള്ളത്തരമെന്ന് പറഞ്ഞു. എന്തിനാണ് ഒരു കൊച്ചേ ഉള്ളെന്നും പറഞ്ഞു. അതിന് സ്വന്തം വാപ്പ കൊണ്ടുപോയ തൻ്റെ ഇടം നീ കണ്ട. അപ്പം നീ നോക്കിയപ്പോൾ അവളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹോട്ടലിൽ വിട്ടാൽ നിനക്ക് ഇത്തിരി ഉണ്ടോണ്ടൊക്കെ അവിടെ ഇരിക്കാം, കുടിച്ചും പെടുത്തും കിടക്കാം. നീ മാടനടയിലുണ്ടെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും എനിക്കും ഇക്കാക്കും നിന്റെ ബേക്കിൽ നിന്ന് വരേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണെന്നറിയുമോ, നിന്നെയും ഞാനും തമ്മിലും നീയും ഞാനും തമ്മിലും അന്യപുരുഷനും സ്ത്രീയുമാണ്. പിന്നെ നിന്റെ മോള് എന്ന് പറയാനേ നിനക്ക് എന്തൊരു യോഗ്യതയാണുള്ളത്? എന്തൊരു മോള് നീ നോക്കി കെട്ടീര്, നല്ലൊരു അന്തസ്സായിട്ട് പഠിപ്പീര്. എന്റെ ഷാഹിദാമ്മ പറയാനായിട്ട് 50 പവനാണ് 75 പവനായിട്ട് കെട്ടിക്കുമെന്ന്. റഹീമിന്റെ ഇത് കണ്ടിട്ടാണ് കെട്ടിക്കുന്നത്. 4-ാം കാലി കിടക്കണോ എനിക്ക് എന്തൊരു ദുനിയാവ്, എന്തൊരു ഇത്. അപ്പം ചോദിക്കും ഷാൻ കുടിക്കുന്നില്ലേന്ന്. റഹീം മുണ്ടൊരിഞ്ഞ് കൈ പിടിച്ചുകൊണ്ടാണ് വരണത്. ഞാൻ അറിയാൻ വയ്യാത്ത പ്രായത്തിൽ ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മുണ്ടൊരിഞ്ഞു. അത് മാത്രമല്ല പല കാര്യങ്ങളിലും നിനക്ക് എന്തൊരു കഴിവുണ്ട് നീ തന്നെ പറ. നിനക്ക് എന്തൊരു കഴിവാണുള്ളത്? നീ എൻ്റെ സ്വർണം ഭീഷണിപ്പെടുത്തി ഒരു 3/4 പവൻ്റെ മാല കഴുത്തിൽ നിന്ന് കൊണ്ടുപോയി. ഒരാൾ വിരുന്നിന് തന്ന മാലയാണ്, അത് നീ കൊണ്ടുപോയി. ഇതെല്ലാം എൻ്റെ വീട്ടുകാർക്ക് അറിയണം. ഇപ്പം റഹീമിനെ കൂട്ട് നിന്ന ഒരു കാര്യമുണ്ട്, നെജില അങ്ങ് വഴിയാധാരാവുമല്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ മുഷ്താഖിലും മിഫ്സലും എന്തെങ്കിലും നോട്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം സ്വന്തം കടബാധ്യതകളൊക്കെ തീർത്ത് അൽഹംദുലില്ലാ നന്നായിട്ട് നമ്മുടെ രണ്ടുപേരും സഹകരണത്തിനോ ഒരു ശല്യത്തിനോ നമ്മൾ നിങ്ങളെ വീട്ടിൽ നോക്കാൻ പോലും വരുന്നില്ല, പ്രത്യേകിച്ച് മോളെ ഒരു കാര്യത്തിനും. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊന്നും നിങ്ങൾ കമൻ്റ് ഇട്ടോ. നമ്മളെ ചാനൽ ഇതാ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ അവരവരെ ഇഷ്ടമാണ്, അവരവരെങ്ങനെ ജീവിക്കണം, എങ്ങനെ കഴിയണമെന്നൊക്കെ. നീ ഇനി എൻ്റെ ജീവിതത്തിൽ നീ എന്നെ വേശ്യയെന്ന് വിളിക്കാനും നീ എന്നെ മറ്റേതെന്ന് വിളിക്കാനും നിനക്ക് യാതൊരു യോഗ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ നിന്റെ കൂടെ ജീവിച്ചിരുന്ന സമയത്ത് നിന്റെ കൂടെ വേറെ ഏത് എന്തെങ്കിലും നിന്റെ വായി നിന്നാ വീണ്ടും നിനക്ക് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഇനി നമ്മളാണത് വേണ്ട, തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞു വെച്ചേക്കണം. നീ ഇനി വല്ലതും പറഞ്ഞാൽ, കാരണം നിന്റെ കഴിവുകേട് കൊണ്ടാണ് ഞാൻ ആ വീട്ടിലാ വയ്യാത്ത ഉമ്മേനെയും പെങ്ങളെയും നോക്കി നിൽക്കുന്ന. എന്തുകൊണ്ടാണ്? വയ്യാത്ത ഒരു കുട്ടി അവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നിന്നത് കേട്ടാ. അപ്പം ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. എന്തായാലും ഇനി നീ എൻ്റെ ഫോണിലോ ഇക്കാരെ ഫോണിലോ വിളിക്കാൻ നിന്നാൽ പിന്നെ ബാക്കി വിവരം നീ അറിയും കേട്ടല്ലേ. പിന്നെ നീ ജോലിക്ക് പോവാതെ കുടിക്കാതെ മോക്ക് ചെലവിന് കൊടുക്കുകയെ മറ്റേർക്കാർക്കെങ്കിലും ചെലവിന് കൊടുക്കുകയോ ചെയ്താൽ നമ്മളെ ബാധിക്കുന്ന യാതൊരു പ്രശ്നങ്ങളും അല്ല കേട്ടല്ലേ. നമ്മളാരും അതിനൊരു 10 രൂപ മേടിക്കാനും വരുന്നില്ല, നമുക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് നീ പിന്നെ ഞാൻ നിന്റെ കൊച്ചിനെ ഇട്ടുകൊണ്ട് വയറ്റിൽ ഷാൻ്റെ കൊച്ചിനെ ഇട്ടുകൊണ്ട് വയറ്റിലടിയെന്ന് ചോദിക്കാൻ എൻ്റെ വയറ് നിനക്കുള്ളതല്ലല്ലോ, എൻ്റെ വയറ് എൻ്റെ ശരീരത്തല്ലേ ഇരിക്കുന്ന. അപ്പം ഇത്രയൊക്കെയുള്ള മക്കളെ വിശേഷങ്ങൾ. അസ്സലാമു അലൈക്കും.